ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കേറ്റിങ്ങിൻ്റെ ബാരിങ് ക്ലീനിങ് ആണ്. അപ്പോൾ ഈ സ്കേറ്റിംഗ് നമ്മൾ കണ്ടാൽ അറിയാം കണ്ടോ മൂവ് ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ ബാരിങ്ങിൻ്റെ ഉള്ളിൽ മഡ് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം മയത്ത് ഓടിച്ചിരുന്നു, അപ്പോൾ അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എങ്ങനെ ക്ലീൻ ചെയ്യലെന്ന് നോക്കാം. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കേറ്റിങ്ങിൻ്റെ വീലൂര, ദെൻ വീലൂരിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാരിങ് എടുക്കണം. അപ്പം ഇതുപോലെ ചെയ്യാം, ടൂൾ എടുത്തുകൊണ്ട് എല്ലാ സ്കേറ്റിങ്ങിൻ്റെ വീലും ഊരാം. ഓക്കെ അങ്ങനെ വീല് ഊരിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വീലിൻ്റെ ബാരിങ് സിമ്പിളായിട്ട് എടുക്കണം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലങ്കിയാണ്. എല്ലങ്കി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്താൽ മതി. ബാരിങ് സിമ്പിളായിട്ട് ഇങ്ങനെ പോരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബാരിങ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ബാരിങ്ങിൻ്റെ ഈ ഷെല്ല് സീലിംഗ് ഉണ്ട്, അത് മൊത്തം ഓപ്പൺ ചെയ്യണം. നമ്മൾ പിന്ന് ഉപയോഗിച്ചാണ് ചെയ്യാൻ പറ്റും. അതായത് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുക്കുക, അത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതിന് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്താൽ ഇതിങ്ങനെ ഊരിപ്പോരും. കണ്ടോ? ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട്, അതും കൂടി നമുക്ക് എടുക്കണം. അങ്ങനെ എല്ലാ ബാരിങ്ങിൻ്റെയും സീലിംഗ് എടുത്തേണ്ട ശേഷം അങ്ങനെ എല്ലാ ബാരിങ്ങിൻ്റെ സീലിങ്ങും നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി ഇതെടുത്താണ്ട് നമ്മൾ ഇനി പെട്രോൾ ഇടാൻ പോവാണ്. ഒരു അടപ്പെടുക്കുക, ദെൻ അതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് പെട്രോൾ ഒഴിച്ചെടുക്കണം. അതിന് ശേഷം ഈ ഓരോ ബാരിങ്ങും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം, ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ചളിയും പൊടിയും എല്ലാം പോകാൻ വേണ്ടി. ഓക്കെ, കുറച്ച് അടിച്ച് ഇതിങ്ങനെ അടുപ്പിൽ തന്നെ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പൊടികളും എല്ലാ സംഭവങ്ങളും ബാരിങ്ങിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ബാരിങ്ങിൻ്റെ ഉള്ളിലത്തെ ഈ പെട്രോളിൻ്റെ കളറ് ഇത്രയും വൃത്തികേടുണ്ടായിട്ടാണ് ഇത് ഓടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നത്. കാരണം ചെറിയ മണ്ണും അതുപോലെ തന്നെ പൊടികളും ഈ ബാരിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആയാൽ പിന്നെ ഇത് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഇതേപോലെ പെട്രോൾ ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്തിട്ട് എല്ലാ മണ്ണും എടുത്തതിന് ശേഷം ദെൻ നമ്മൾ മെഷീൻ ഓയിൽ ഉപയോഗിച്ചാണ്ട് ഓയിൽ ചെയ്താണ്ട് സ്മൂത്താക്കി എടുക്കണം. അത്രയും പ്രോസസ്സ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ബാരിങ് ക്ലീൻ ചെയ്യൽ. ഇതിന് ശേഷം ഓരോന്നും ഇങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തതിന് ശേഷം ഇതെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ പെട്രോളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി. ഓരോ ബാരിങ് അതുപോലെ തന്നെ ചെയ്യുക. ഓരോന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ ബാരിങ് എടുത്തിട്ട് ഇതേപോലെ എന്ത് ചെയ്യാം, നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്രോൾ ഇങ്ങനെ ഒപ്പി കൊടുത്തിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. ഇവിടെ കാണുന്ന എല്ലാ ബാരിങ്ങും നമുക്ക് ലൂബ് ചെയ്യണം. ലൂബ് ചെയ്യാൻ മെഷീൻ ഓയിൽ എടുക്കാം. മെഷീൻ ഓയിൽ എടുത്തുകൊണ്ട് ഓരോന്നും നമുക്ക് ലൂബ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാ ബാരിങ്ങും ലൂബ് ചെയ്തിട്ടും ഇതിങ്ങനെയാണ് റോൾ ചെയ്യുന്നില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വീലെടുക്കാം, ദെൻ ബാരിങ് ഇൻസേർട്ട് ചെയ്യാം.
നമ്മൾ ബെയറിങ് റോൾ ചെയ്യുന്നില്ല. സ്പേസർ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. ദെൻ അടുത്ത ബെയറിങ് എടുക്കുക, റോൾ ചെയ്യാത്ത. ദെൻ ഇപ്പോഴും കറങ്ങുന്നില്ല. റോൾ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. സാധാരണ നോർമലായിട്ടാണ് ഇൻസേർട്ട് ചെയ്തിട്ട് സ്കേറ്റിങ്ങിലേക്ക് ഫിറ്റ് ചെയ്താൽ മതി. റോൾ ചെയ്യാത്തതാണ് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ശേഷം സ്കേറ്റ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ദെൻ ഓക്കെ ഇൻസേർട്ട് ചെയ്യുക. ദെൻ വീലെന്ത് ചെയ്യുക, നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ടൈറ്റ് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേഷൻ പതുക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഉണ്ടോ, റോളായി. ഇത്രേ ഉള്ളൂ. ഇതെന്താ കറങ്ങാത്ത കാരണം എന്ന് വെച്ചാൽ ഈ ബെയറിങ്ങിൻ്റെ മറ്റേ ഇതിൻ്റെ ഹോൾസ് ഇല്ലേ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ മഡ് ഉണ്ടാവും. അപ്പോൾ പെട്രോൾ ഇട്ടിട്ടും അതിൻ്റെ ഇടയിൽ കുറ്റി പിടിക്കുന്ന ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ഓയിൽ ചെയ്യുമ്പോൾ പിന്നെ റോൾ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് കറങ്ങും. എന്നിട്ട് ഈ ഓയിൽ അത് ഓവർകം ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് കിട്ടും. അതിനാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ ഇതാവില്ല. അത്രയും പവർ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ബെയറിങ് പെട്രോൾ ഇട്ടാണ്ട് ക്ലീൻ ചെയ്യുക. ദെൻ ഓയിൽ ചെയ്തിട്ട് കറങ്ങുന്നില്ലെങ്കിൽ ടൈറ്റ് ചെയ്യുക. ദെൻ പതുക്കെ തിരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ലോക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ബെയറിങ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബെയറിങ് ക്ലീൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടായിരിക്കും ഏത് ഓയിലോ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഈ ബെയറിങ് ലൂബ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് മെഷീൻ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബെയറിങ്ങിൻ്റെ ഓയിൽ ഉപയോഗിക്കാം. അത് നമുക്ക് ഏറ്റവും നല്ല മെഷീൻ ഓയിൽ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ ആയാൽ മതി. സോ ഇത്രയുള്ള വീഡിയോസ്. ലാസ്റ്റ് ഭാഗം മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് വന്നത്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ്. സോ ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഏത് തരത്തിലുള്ള ഏത് കൈൻഡ് ഓഫ് വീഡിയോസ് അതൊക്കെ വേണ്ടത്. നമ്മളെ ചാനലിൽ സ്കേറ്റിംഗ് പരമായിട്ടുള്ള ചാനലാണ്. സ്കേറ്റിങ്ങിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. സീനിയർ സ്റ്റുഡിയോ. ബൈ.